സമയം 5:30 ആയിട്ടുള്ളൂ. രാവിലെ 5:30 പുലർച്ചെ. ഇപ്പം ഞാൻ തണുത്തിട്ട് മൂത്രമൊഴിക്കാൻ നീച്ചതാ. അപ്പോൾ പുറത്ത് കണ്ടൊരു വ്യൂ ആണ്. പുറത്ത് ഇങ്ങനെ അപ്പുറത്തെ മഞ്ഞ് കോട മേഘം. നമ്മളെ ചെക്കൻ അവനെ വിളിച്ച് നീപ്പിച്ച് ഞാൻ. എന്തോ അതിമനോഹരമായ കാഴ്ച. സൂര്യരശ്മിയാൽ തഴുകുന്ന മഞ്ഞുമലകൾ, അതുപോലെ മേഘത്താൽ മൂടപ്പെട്ട ഒരു സൈഡിലെ മഞ്ഞുമലകൾ. എന്ത് ഭംഗിയാണ് കാണാൻ. നോക്കൂ കൂട്ടുകാരെ, ഒരു സൈഡില് മേഘം, മറ്റേ സൈഡില് മഞ്ഞുമല. സീന്. അവിടെ ഉണ്ടോ മഞ്ഞുമലകള്. അപ്പം ഇനി രാവിലെ തന്നെ ചായ ഒക്കെ ഉണ്ടാക്കി നേരെ 5:45 ചായ ഒക്കെ ഉണ്ടാക്കി ഇനി മല കയറാൻ പോകണം. ഇന്ന് നമ്മൾ ഐസ് കാണൂലേ, അത് അത്രേ ഉള്ളൂ. കഷ്ടപ്പെട്ടതിൻ്റെ ഫലം നമ്മൾ ഇന്ന് തേടിയെടുക്കും, കണ്ടെത്തും. ഇനി കഴിയുന്നതൊക്കെ റെഡിയാക്കി വെച്ച് വേണം മലമുകളിലോട്ട് കയറാൻ. കൂട്ടുകാരെ, അപ്പോൾ ഒക്കെ റെഡിയാക്കി കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ കടന്നിരുന്ന ടെൻറ്റിൽ നിന്ന് ഇറങ്ങുകയാണ്. ഇനി മഞ്ഞുമല കാണുന്നില്ല എന്നറിയാം, കാരണം ഇതിൻ്റെ പുറകിലാണ്. അപ്പോൾ ഇത് ഫ്രണ്ടിലുള്ള വ്യൂ ഒന്നുകൂടിയും കാണിച്ചു തരാം. എന്നിട്ട് ഞങ്ങൾ മല കയറാൻ പോവുകയാണ്. എത്ര അതിമനോഹരമായ കാഴ്ചയാണെന്നറിയോ. കോടയാൽ ചുറ്റപ്പെട്ടിരിക്കുന്ന ഇത് അങ്ങനെ മേഘങ്ങൾ കാണുന്നുണ്ടോ. പറക്കാൻ തോന്നുന്നു സത്യം പറയുമ്പോൾ, ഇവിടെ നിന്നൊക്കെ തോന്നുന്നു. കൂട്ടുകാരെ, സജാദ് ഇതാ കയറി വരുന്നത്. ഇനി കയറി എത്തേണ്ടത് അങ്ങോട്ട് എത്തണം, ടോപ്പിലോട്ട്. ഒരുപാട് ഇനിയും കയറാണ്ട്. നടന്നുകൊണ്ടിരിക്കുക. അത് ക്ഷീണിച്ച് അപ്പോൾ ഇരിക്കാൻ പറ്റിയ സ്ഥലം നോക്കിയതാ. ചെക്കനിതാ കയറി വരുന്നത്. ചുറ്റും മഞ്ഞുമലകൾ, മേഘം നിൽക്കുന്നതൊക്കെ എന്തൊരു മനോഹരമായ കാഴ്ച. ചെക്കൻ ചത്ത്. ആഗ്രഹങ്ങൾ ബാക്കി വെക്കാൻ പാടില്ലല്ലോ അല്ലേ, ആഗ്രഹങ്ങൾ ബാക്കി വെക്കാൻ പാടില്ലല്ലോ. കൂട്ടുകാരെ, അങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കണേ. അതിനിടയ്ക്കാണ് പാക്കേജ് എടുത്ത് വന്നവരെ ക്യാമ്പ് സൈറ്റ് കണ്ട്. ഓല് 5,000-6,000 രൂപ കൊടുത്ത് ചെയ്യുന്നത്. സജാദെ, നമ്മൾ എത്ര റുപ്യക്കാണ് ചെയ്യണത്? ഫ്രീ ആയിട്ട് ചെയ്യുന്നത്. ഇതാണ് അതിലുള്ള വ്യത്യാസം. ഇനി മുകളിൽ നമ്മളെ ടോപ്പൊക്കെ എത്തണം. ഞാനിപ്പോൾ കയറി ചെല്ലുന്നത് സ്വർഗത്തിൻ്റെ കവാടത്തിലേക്കാണ്. എന്താ മനോഹരമായ കാഴ്ച. കുറച്ചുകൂടി ഈ മലമുകൾക്കപ്പുറം ഒരു വേറെ മായാലോകം തന്നെയുണ്ട്. നിങ്ങളിലേക്ക് ഞാനത് കാണിച്ചു തരാം. എന്താ മനോഹരമായ കാഴ്ച. കൂട്ടുകാരെ, അങ്ങനെ ഒരുപാട് നടന്ന് അടുത്തേക്ക് വീണ്ടും ക്ഷീണിച്ച്. അതാ ഇവിടെ ക്യാൻറ്റീൻ ഉണ്ട്, ക്യാൻറ്റീൻ. അതിൻ്റെ അവിടെ ഇരുന്ന് വെള്ളം കുടിക്കും. ഇനി മുകളിലോട്ട് എത്തണം. കൂട്ടുകാരെ, അങ്ങനെ ചെറിയ മഞ്ഞുകളൊക്കെ താണ്ടിയത് നമ്മളെ സജാദ്. ഇനി ഈ മലയുടെ മുകളിലോട്ട് എത്തണം. വലിയ മഞ്ഞിലോട്ടാണ് ഇനി യാത്ര. എന്ത് വ്യൂ. കൂട്ടുകാരെ, അങ്ങനെ കയറുന്നതിനിടയിൽ നല്ല ദാഹം. അപ്പോൾ പിന്നെ ഒരു എനർജി ഡ്രിങ്ക് ആയിക്കോട്ടെ എന്ന് കരുതി ഞാൻ നമ്മളെ റെഡ് ബുള്ളിൻ്റെ എന്നാ കൂടി. അവന് പറ്റുന്നില്ല. ഭംഗിയുള്ള കാഴ്ചകൾ
ഓഫ്, നിങ്ങൾ ചന്ദ്രനെ കാണുന്നുണ്ടോ അവിടെ? ഗായ്സ്, ചന്ദ്രൻ. ബട്ട് ദിസ് സൈഡ് ഈസ് സൂര്യൻ. കൂട്ടുകാരെ, ഞാനൊരു അപൂർവ കാഴ്ച കാണിച്ചു തരാം. നിങ്ങൾ ചന്ദ്രനെ കാണുന്നുണ്ടോ? ഇന്ന് ഓപ്പോസിറ്റ് നോക്കി കേട്ടോ, നേരെ സൂര്യൻ, ഉദിച്ച് നിൽക്കുന്ന സൂര്യൻ. അതിന് താഴെ സജാദ്, അതിനിപ്പുറത്ത് ഞാനോ. ഇനി കുറച്ചുകൂടി ഉള്ളു കയറാൻ. അങ്ങനെ കൂട്ടുകാരെ, അങ്ങനെ മഞ്ഞിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇതാ നമ്മളെ ചെക്കൻ വരുന്നത്. തല പൊക്കി നോക്കടാ. എന്താ പറയാ ഈ സന്ദർഭത്തില്? ജീവിതത്തിൽ എന്തെങ്കിലും ഘട്ടത്തിൽ കരുതിക്കണോ? അത് ഒരു പരിചയമില്ലാത്ത എൻ്റെ ഒപ്പം. അയ്യോ, അടിപൊളിയായിരുന്നല്ലേ ഇതുവരെയുള്ളത്? എന്താ എക്സ്പീരിയൻസ്? പറയാൻ വാക്കുകളില്ല ചെക്കന്. ചെക്കനെ സ്റ്റക്കായി പോവുക. കാരണം കാണുന്ന കാഴ്ച പറഞ്ഞാൽ പണ്ടൊക്കെ നമ്മൾ വാൾപേപ്പറാക്കി വെച്ചിരുന്ന കാഴ്ചകളാണ് ഇന്ന് നേരിട്ട് കാണുന്നുണ്ട്. അതുകൂടെ പണ്ടത് കൂടെ വാ. ഇപ്പോൾ പറയാം വാക്കുകളും ഇല്ലാണ്ടിരിക്കും. കാരണം അത്ര അതിമനോഹരമായ കാഴ്ചയല്ലേ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗായ്സ്. ഇതിലും വലിയ സ്വപ്നം എന്തുണ്ട്? 3 ദിവസത്തെ കഷ്ടപ്പാട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. വീട്ടുകാരോടെന്താ പറയുള്ളത്? എന്തേലും പറ. ചെക്ക ഭയങ്കര നാണങ്ങും ഇങ്ങനെ, ഒന്നും മിണ്ടില്ല. ശരിയാക്കി എടുക്കാം. ചെക്ക നമ്മുടെ കൂടെ ഉണ്ടല്ലോ. ഒന്ന് കൂടാ. ചെക്കനെ ഉറങ്ങാൻ പുതിയാണ് ഇവിടെ എത്തിയിട്ട്. ലൈഫ് ഈസ് വെരി ഷോർട്ട് നൻപാ. ജീവിതത്തിൽ ഒരുപാട് പൈസ ഉണ്ടാവും. പണം നമുക്ക് പിന്നെയും ഉണ്ടാക്കാം. പക്ഷെ സമയം, നല്ല സമയം, അത് നമുക്ക് കിട്ടുന്ന കുറച്ച് ടൈമേ ഉണ്ടാവുള്ളൂ. ആ ടൈം നമ്മളെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി കുറച്ചെങ്കിലും നമ്മൾ മാറ്റി വെക്കുക. ഫുള്ള് മാറ്റി വെക്കണം ഞാൻ പറയുന്നില്ല, കുറച്ചെങ്കിലുമൊക്കെ നമ്മളെ ഇഷ്ടങ്ങൾക്ക് നമ്മൾ മാറ്റി വെക്കുക. എന്ത് പറയാനാ സുഹൃത്തുക്കളെ, പറയാൻ വാക്കിട്ടില്ല. അത്രയും അതിമനോഹരമായ കാഴ്ച മുന്നിലും ബാക്കിലൊക്കെ കണ്ടോണ്ടിരിക്കുകയാണ്. ആദ്യത്തെ കേരളത്തിൽ ഫോണിൽ ചാർജ് ഉണ്ടായില്ല. ഇപ്രാവശ്യം ഫുൾ പ്ലാനായിട്ട് ചാർജൊക്കെ ഫുള്ളാക്കിയിട്ടാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇനിയിപ്പോൾ കുറേ വീഡിയോസ് എടുക്കണം, കുറേ ഫോട്ടോസ് എടുക്കണം, ഇനി എന്തെല്ലാം പരിപാടികളുണ്ട്. ഞാൻ റൈസ് കണ്ട പുലിയിൽ അങ്ങനെ നടക്കണ്. ഞാനും എൻ്റെ പ്രിയ സുഹൃത്ത് സഹജാദോ എന്താ ടോപ്പിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. അതിമനോഹരമായ കാഴ്ചയാണ്. ആകെ റേഞ്ച് ഉള്ളത് ആ ഭാഗത്ത് മാത്രമേ ഉള്ളൂ, നഗാർവിൻ്റെ ആ സൈഡിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ എത്തിയേക്ക് വീട്ടിലേക്കും ഫ്രണ്ട്സിനൊക്കെ വിളിച്ച് ഇനി ഇതാ ട്രക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ അല്ലേ മച്ചാ? ഓക്കെ അല്ലേ? ട്രക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഐസൊക്കെ കണ്ടില്ലേ? ചിലയിടത്ത് ഭയങ്കര താഴ്ച, പോണൊക്കെ ഇവിടെയൊക്കെ ഓക്കെയാണ്. കഥ ആ മലയുടെ ടോപ്പിലോട്ട് എത്തണോ? അയ്യോ, നമ്മളെ ചെക്കനതാ കയറി വരുന്നത് സജാദ്. പക്ഷെ ഞാൻ കുറച്ച് സ്പീഡായി പോയി, കുറച്ച് ഫ്രണ്ടിലെത്തി. ഇതൊന്ന് നോക്ക് നിങ്ങൾ, 360 ഡിഗ്രി ഫുള്ള് മഞ്ഞുമല.
വേറെന്ത് വാളോടാ, വേറെന്ത് വാളും നീ. കുറെ കയറി വരുന്നവന്മാരുണ്ട്. പാക്കേജ് നമ്മളിങ്ങനെ സോളോ ആവാണ്ട് ടെൻഷൻ ആവല്ല. ഹാപ്പി ലൈഫ്. അവരൊക്കെ എത്ര എത്തണം, ഇങ്ങോട്ട് എത്തണം എന്നുണ്ടെങ്കിൽ. സജാദേ കമോൺ, ഗെറ്റ് റെഡി, വാ. ഇനിയല്ല ഫുഡ് ഉണ്ടാക്കണം, ചുറ്റും മലനിരകൾ. എന്ത് ചെയ്യാം, നമ്മളെ ചക്കൊക്കെ കയറിയിരുന്നു. ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ കുക്ക് ചെയ്യാൻ പോകുന്നത്. ഫുള്ള് മലനിരകൾ. എങ്ങനെയുണ്ട് വച്ചാ? അപ്പോൾ അങ്ങനെ പോയിട്ട് മഞ്ഞെടുത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് മെൽറ്റാക്കണം, എന്നിട്ട് നൂഡിൽസ് ഉണ്ടാക്കണം, ചായ ഉണ്ടാക്കണം, ഒരുപാട് പരിപാടികളുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ഐസ് മെൽറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ചായിട്ടുണ്ട്, എപ്പം ഇനി ആവാനാണെന്നൊരു പിടിയില്ല. ഇതായിട്ട് വേണം നമുക്ക് നമ്മളെ നൂഡിൽസ് ഉണ്ടാക്കാൻ. മഞ്ഞൊന്ന് നൂഡിൽസ് കഴിക്കുന്ന ഒരു ഫീലുണ്ടല്ലോ, ഓ വാട്ട് എ ഫീൽ. ഒരു വല്ലാത്ത എക്സ്പീരിയൻസ് തന്നെ ആവും. നമ്മളതൊക്കെ ടെസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. പിന്നെ ഇത് ഫുഡൊക്കെ കഴിച്ചിട്ട് വേണം ഇനി ഫോട്ടോ എടുക്കാൻ. കുറേ പരിപാടികളുണ്ട്. നല്ല തണുപ്പാണ്, കൊല്ലം തണുപ്പ് പറഞ്ഞാൽ നല്ല തണുപ്പാണ്. പിന്നെ വീഡിയോ കാണുന്നവരാരും അനുകരിക്കരുത്, കാരണം ഒരുപാട് ടൈം ഇതുമ്പോൾ ഇരിക്കണം. ഞാനെന്നിപ്പോൾ കുറേ നേരം ഇത് കിടന്ന് ആട്ടിക്കൊണ്ടിരിക്കുന്നു മെൽറ്റാവാൻ വേണ്ടി. റീല് കാണുന്ന സുഖമൊന്നുമില്ല, നേരിൽ വന്ന് ചെയ്യുമ്പോൾ. കൂട്ടുകാരെ, അപ്പോൾ നമ്മൾ ഇതാ നൂഡിൽസ് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഐസൊക്കെ മെൽറ്റായി, ഇതാ നൂഡിൽസ് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഫേസ് കാണൂല, ഭയങ്കര വെയിലാണ്, അതുകൊണ്ട് ഫേസ് കാണൂല. പിന്നെ ഇത് വരാൻ ഇങ്ങനത്തെ അടുത്തൊക്കെ വന്ന് കുക്ക് ചെയ്യുന്നവരോട് പറയാനുള്ളത്, ഇപ്പോൾ പ്ലാസ്റ്റിക് നമ്മൾ ഇങ്ങോട്ട് കൊടുന്ന വെയിറ്റ് ഇല്ല തിരിച്ച് കൊണ്ടുപോകാൻ. അപ്പോൾ മാക്സിമം അത് റിട്ടേൺ കൊണ്ടുപോവുക. എന്നിട്ട് എവിടെയെങ്കിലും ബാസ്റ്റ് ബിന്ന് കാണുമ്പോൾ അതിൽ കൊണ്ടുപോയി തട്ടുക. അപ്പോൾ നമ്മളെ പ്ലാസ്റ്റിക്കൊക്കെ ഇവിടെ ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഒന്നാകെ കുക്കിങ്ങൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ എടുത്തുകൊണ്ട് പോകും. അപ്പോൾ എല്ലാവരോടും ഹാപ്പി ആയിട്ടിരിക്കുക, ഹാപ്പി ആയിട്ട് അടിച്ച് പൊളിക്കുക. പിന്നെ ഇതാ ഇത് ഇപ്പോൾ റെഡിയാവും, ഒരു 5 മിനിറ്റ് കൂടി റെഡി ആയിട്ട് വേണം കഴിക്കാൻ. അടിപൊളിയാണ്, ഒന്നും പറയാനില്ല. അത് നല്ല സ്ഥലം. അത് ചുറ്റും ഒന്ന് കാണിച്ചു കൊടുത്തത് 360 ഡിഗ്രി എങ്ങനെയാണ്. ഫുള്ള് മഞ്ഞുമല. ഇതിൻ്റെ ഇടയിലിരുന്ന് നമ്മളിങ്ങനെ കഴിക്കുമ്പോൾ കിട്ടുന്ന ഫീലുണ്ടല്ലോ, അതൊന്നും വീട്ടിലിരുന്ന് കുക്ക് ചെയ്ത് ഉണ്ടാക്കിയാൽ കിട്ടുന്ന ഫീലല്ല. അതേമാതിരി എല്ലാവരോടും പറയാനുള്ളത്, എപ്പോഴെങ്കിലും അവർക്ക് യാത്രകൾ ചെയ്യാം. യാത്രകളൊന്നും അതിമനോഹരമാണ്. കാരണം നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് കാണാത്ത കാഴ്ചകൾ നമ്മൾ കാണുന്നു. നമ്മളിലൂടെ മറ്റുള്ളവർ ഫോട്ടോസ്, വീഡിയോ, സ്റ്റോറി അങ്ങനെയൊക്കെ ആയിട്ട് പല രീതിയിൽ അവരും കാണുന്നു. ഭയങ്കര സന്തോഷമാണ് യാത്രകളെന്നും. നമുക്ക് നൽകുന്ന സന്തോഷം നമ്മൾ പരമാവധി ആസ്വദിച്ചുകൊണ്ടിരിക്കുക. മുകളിൽ മൊത്തം സൂര്യനാണ്. ആ സൂര്യന് താഴെ ഇരുന്ന് ഞാനിത് അവിടെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു മഞ്ഞുമലയിൽ. എന്താ അല്ലേ, ഇതൊക്കെ അല്ലേ ലൈഫ്. അങ്ങനെ നമ്മൾ ന്യൂഡിൽസ് ഒക്കെ ഉണ്ടാക്കി. ഈ മഞ്ഞുമലയിൽ നിന്ന് ന്യൂഡിൽസ് കഴിക്കുന്ന സീന് ഒരു സ്പൂൺ എടുത്ത് കഴിച്ചു. കിടിലം, ഒന്നും പറയാനില്ല. നല്ല ആംബിയൻസ്, നല്ല തണുപ്പ്. എന്താ ഫീലല്ലേ. ചൂട് ന്യൂഡിൽസ്, ഇത് കഴിഞ്ഞിട്ട് വേണം ചായ ഉണ്ടാക്കാൻ. ഉള്ള രക്ഷയില്ല, കിടിലം. ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയല്ല, സംഗതി അടിപൊളിയായിട്ടുണ്ട്. അച്ഛനൊക്കെ ഭയങ്കര ഹാപ്പിയിൽ കഴിക്കുന്നു. ഓ എന്താണ് ബ്യൂട്ടി, കാണുന്നുണ്ടോ ഗൈസ്? പരുന്ത് പറന്നു വരുന്നു, പരുന്ത്. അപ്പോൾ അങ്ങനെ നമ്മൾ പാത്രം ഐസിട്ട് കഴുകിയിട്ടുണ്ട്. വലിയ വൃത്തിയൊന്നും വരാൻ പ്രതീക്ഷിക്കണ്ട, എന്നാലും ചെറിയൊരു ഇത്. നമ്മളൊക്കെ ഒരു കോക്കിൻ്റെ ഒരു ടിന്നുണ്ട്, നമ്മൾ തണുപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. തണുപ്പുണ്ട്, എന്നാലും ഒന്നുകൂടി തണുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. നമ്മൾ ചായ ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ചായ ഉണ്ടാക്കാനുള്ള പരിപാടിയിലോട്ട് പോവാം. കണ്ടില്ലേ നൈസ് വ്യൂ, എന്തതിമനോഹരമായ കാഴ്ചകളാണ് ചുറ്റും. ഇതാ ഞാൻ സൂര്യനെയും കണ്ട്
വെയിലും കൊണ്ടിരിക്കുന്നു. മൊത്തം കറുത്ത് പുക കളിയിട്ടുണ്ടാവും ഇനി അങ്ങോട്ട്. കൂടാതെ നമ്മളെ ചങ്ങായി അപ്പോൾ നമ്മൾ നൂഡിൽസ് ഉണ്ടാക്കുന്ന പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇത് ചായ, നല്ല ചൂട് ചായ, കാപ്പി, പാൽ കാപ്പി. അത് നമ്മളെ ഫുള്ള് നല്ല വ്യൂ നോക്കി ഒരൊറ്റ കുടിക്കുക. എന്താ പിന്നെ ഇത് കാണുന്ന വീട്ടുകാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ, അതായത് ഒരു +2 ഒക്കെ കഴിഞ്ഞുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഒരെങ്ങോട്ടിലൊക്കെ പോകണം എന്ന് പറയുമ്പോൾ പണിയെടുത്ത് പൈസ ഉണ്ടാക്കിയിട്ട് പോകാൻ പറയാം. അതാകുമ്പോൾ അവർക്ക് കുറച്ച് ഉത്തരവാദിത്വം അങ്ങനെയൊക്കെ വരും. അതാകുമ്പോൾ സ്വന്തം കയ്യിൽ നിന്ന് കാശ് ഇറങ്ങുമ്പോൾ നോക്കിയും കണ്ട് ചിലവാക്കും. അല്ലാണ്ട് ചെറുപ്രായത്തിൽ തന്നെ വീട്ടുകാർ നല്ല പൈസ കൊടുത്തിട്ട് അവരെ പറഞ്ഞു കഴിച്ച് തന്നെ ഉണ്ടല്ലോ, അവരത് പഠിക്കുകയുള്ളൂ. ഓക്കെ, ചായ റെഡിയായി. ചായക്കൊരു ബിസ്ക്കറ്റുമുണ്ട്. മഞ്ഞും മലയും ചായയും ബിസ്ക്കറ്റും ഒന്നിച്ച് കഴിക്കുമ്പോൾ കിട്ടുന്ന ടെസ്റ്റാണ്. അയ്യോ അല്ലേ, ഒക്കെ നോക്കേ, ഇതൊക്കെ ഇങ്ങനെ നോക്കിയിരുന്ന് മഞ്ഞിലിങ്ങനെ കാലൊക്കെ കുത്തി ഐസൊക്കെ ഇങ്ങനെ കജ്ജിപ്പിടിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ കിട്ടുന്ന ഫീല് എവിടെ കിട്ടും ഇതൊക്കെ? സത്യം ബലല്ല, ലൈഫിൽ ഒരിക്കലെങ്കിലും നമ്മൾ ഇങ്ങനെയൊക്കെ ആസ്വദിക്കണം. പ്രായം കൂടുന്നതിന് മുന്നേ, പ്രാരാബ്ദം കൂടുന്നതിന് മുന്നേ നമ്മൾ ലൈഫിലെങ്കിലും ഒരിക്കലെങ്കിലും ഇത് അനുഭവിക്കണം. ഇനിയിപ്പോൾ പ്രാരാബ്ദം ഉള്ളവരാച്ചാൽ ഒരു സ്റ്റോപ്പ് എടുക്കുക. മൊത്തത്തിൽ ഒരു ടൈം സ്റ്റോപ്പ് എടുക്കുക. ഇത്ര കാലം കുറേ കാലം പട്ടിപ്പണി എടുത്തില്ലേ, ഇനി ഒന്ന് കുറച്ച് റെസ്റ്റ് എടുത്ത് സ്വന്തം നമുക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കിയത്. വലുതൊന്നും വേണമെന്ന് ഞാൻ പറയുന്നൊന്നുമില്ല, എന്നാലും ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ നോക്കേ. അപ്പോൾ ചായ അടിക്കട്ടെ മച്ചാ, പാടാ ചായ അടിക്കുക. ചായയും ബിസ്ക്കറ്റും കൂടി ഇങ്ങനെ കഴിക്കുന്ന ഫീല്, അതും എവിടെ നമ്മളെ സർഫാസിൽ. എന്താ സുഖ ജീവിതം, സത്യം വരെയല്ലോ. എന്ത് രസാലേ, അടിപൊളിയല്ലേ മച്ചാ? അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. വീണ്ടും സർഫാസ് കയറി നമ്മളെ പ്രിയ ഫോളോവേഴ്സിൻ്റെ ഒപ്പം പ്രിയപ്പെട്ട സജാദുണ്ട് നമ്മളെ കൂടെ. സജാദേ, എന്താണ് ഈ നിമിഷത്തിൽ പറയാനുള്ളത്? എന്തെങ്കിലും ഒന്ന് പറ. അങ്ങനെ ചോദിച്ചല്ലേ, ചോദിക്കലോ, ഒന്നും പറയാൻ കിട്ടുന്നില്ല. സാരില്ല. പക്ഷെ നമ്മളിവിടെ എത്തിയിരിക്കുന്ന നിമിഷം 3 ദിവസത്തെ അതിസാഹസികമായ ട്രക്കിംഗ് എല്ലാം കഴിഞ്ഞ് നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഇനിതാ ഇനി എന്താണെന്നറിയോ, ഇങ്ങനെ പിടിക്കുക മോനെ. ഇതിൽ കിട്ടുന്ന ഫീൽ ഉണ്ടല്ലോ, വേറെ എവിടെയും കിട്ടൂല കേട്ടോ. വന്നോളേ മോനെ, സീനാണ്, കിടില എക്സ്പീരിയൻസ് ആണ്. കണ്ട മഞ്ഞ്, ഇതാണ് നമുക്ക് വേണ്ടത്. എന്താ സീനെന്ന്. തൊപ്പി താഴത്ത് കടിക്കേ. ഞങ്ങളെ നേരത്തെ ഉണ്ടായിരുന്ന അതേ സ്ഥലത്ത് ഇപ്പോഴും ഉള്ളത്, പക്ഷേ ചുറ്റും നോക്ക്, കോട, ഒന്നും കാണാനില്ല, വേറൊന്നും കാണാനില്ല, ഫുള്ള് കോട. അവിടെയൊക്കെ മഞ്ഞുമലകളുണ്ടായിരുന്നു, ഒന്നും ഇപ്പം കാണാനില്ല, ഫുള്ള് കോടായിക്കണു. ഇനി ഞങ്ങൾ ഇറങ്ങാൻ നിൽക്കുകയാണ്. ബാക്കി ഇറങ്ങിയിട്ടുള്ള വിശേഷങ്ങൾ കാണാട്ടാ. ഇതുവരെ ഫുള്ള് കോടയാൽ മൂടപ്പെട്ടിരിക്കുന്നു. നമ്മളെ സജാദ് അവിടെ അടിച്ചുകൊണ്ടിരിക്കുക. വന്ന വഴിയൊക്കെ ഫുള്ള് കോടായി. ഇനി താഴത്തോട്ട് എത്തണം. വഴി ചെറുതായിട്ടൊക്കെ തെളിഞ്ഞ് കാണുന്നുണ്ട്. എന്തായാലും ഇറങ്ങും തോറും വഴി എന്തായാലും തെളിയും, ആ കാര്യത്തിൽ ഉറപ്പാണ്. എന്തായാലും താഴത്തോട്ട് എത്തണം. ഫുള്ള് കോട മൂട്ടിയിരുന്നു. നേരത്തെ കണ്ടിരുന്ന വ്യൂ ഒന്നും ഇപ്പോൾ കാണാൻ പോലും ഇല്ല, ഫുള്ള് കോട. കുറേ ആൾക്കാർ കയറുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ കോടപ്പളും ഉണ്ട്, എന്നാൽ കുറച്ച് കുറവുണ്ട്. ഇതാ മച്ചാനിതാ വന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപാടാണ് കൂട്ടുകാരെ. അപ്പോൾ അങ്ങനെ നമ്മൾ ഗ്രഹാം വില്ലേജിലേക്ക് എത്തി. അവിടെ 4 മണിക്കൂർ ട്രക്ക് ചെയ്ത് നടന്നിട്ട് ഗ്രഹാം വില്ലേജിലേക്ക് എത്തി. ഇനി ഇവിടുന്ന് നേരെ നമ്മൾ പോണത് മറ്റേ മണികരലോട്ടാണ്. കസോൾക്ക് എത്തണം, എന്നിട്ട് അവിടെ മണികരലോട്ട് പോകണം. നല്ല ലിഫ്റ്റും കിട്ടുമെന്നാവോ അറിയാൻ പാടില്ല.
കിട്ടുകയാണെങ്കിൽ അതിൽ കാരണം ഇല്ലയെന്നുണ്ടെങ്കിൽ നടക്കണം. ചിക്കനതാ നടക്കുന്നു. കാലൊക്കെ കുഴഞ്ഞു പോണു രണ്ടാളെ. അതിനും കുഴപ്പമില്ല, അവിടെ എത്തിയേ പറ്റുള്ളൂ. ഒന്ന് മണിക്കരയിലോട്ട്. മണിക്കരത്തെ ചപ്പാത്തി മറ്റേ ചോറും പരിപ്പ് കറിയൊക്കെ മിസ് ചെയ്യുന്നുണ്ട്. 2 ദിവസം നല്ല കഴിക്കലും കഴിച്ച് നല്ല റെസ്റ്റ് കൊടുത്തിട്ട് വേണം ഇനി അടുത്ത് പ്ലാൻ ചെയ്യാൻ. നമുക്ക് നമ്മളെ ബായുടെ വണ്ടി ഇട്ടിട്ടുണ്ട്. ബായ്ക്ക് നമുക്ക് വീര് വീരൻ അച്ഛാ നെയ്മ് ബൈക്ക് വണ്ടിയെ ഫുൾ ഓഫ് റോഡാണ്. ഇവിടെ കസോൾ ഫുൾ പൂരാ മഹേന്ദ്ര വണ്ടിയെ. Yeah, this is more where we're from. Oh, Canada. Yeah. Oh, very nice, beautiful. Yeah. It's Hey, you like the Hindi? Yes. Yeah? Yes. Oh. But it's hard for me to speak Oh. because it's different sounds. I little English, but my proper language, sign language. Full people are only sign language. communicate however you can. Yeah. Yeah. You're doing very well. I understand you. I will come with 3 years after Canada. Okay? Yeah. Okay. A lot of Indian people in Yeah. Canada. Many, Oh. many, Many. many Indian people in Canada. Yeah. And also, Toronto has. This time I will not passport. yeah, Vancouver, Toronto, and Calgary. Many Indian people. Oh. Many. And also Filipinos. Many Filipinos. Philippines. Yeah. Philippines. Now in Calgary also like Russian, Eastern European, British, South American, from everywhere. Yo, I like this African. Canada. First time these people. Very lovely, very friendly. Friendly. Yeah. Yeah. Very good. Nice. Guys, അങ്ങനെ നമുക്ക് കാനഡയിലെ 2-3 അതിഥികളെ കിട്ടി. So we're now back to where we got to the other day, Tina. Yeah, I see that. ഇത് ഫുൾ അടിപൊളിയാണ്. What is your name? My name is Patrick. Patrick. My wife is Tina. 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 Oh. What is your name? Asnid. Asnidid? ഇത് Asnidi. Asnidi. Asnid official YouTuber, blogger, Oh, all India okay. traveling. Okay. How old are you? Oh, You you're guess? 26. No. No way. I was gonna guess about 24. 21. Hey. No. How old? Just 20. 20. Yeah. Okay. 20. You're so young. Yeah, I am young. You're young. 1 week job, ബാക്കി full time traveling. Good job. 1 week Excellent. job salary, Yeah. full time only trucking. I love the traveling. Yes. Very beautiful nature. Other people, communication. Our older son. Yeah. Our older son loves travel too. Well, actually, both of our sons. Yeah. We got 2 sons. Yeah. One, our oldest son, he's been to 55 countries. 55 countries. 55 countries. Oh my God. Yeah. He spent 10 years. 10 years. Traveling. Oh, Work, come home, work for a while, then travel again. Work for a while, travel again. my total traveling budget 5,000 only. Yeah. I will traveling start for 1.5 month. And our younger son, Yeah. He No, did- only 600 only. yeah, well, it's Just exploring. to see new places, Yeah. new cultures. Our youngest son lives in Vietnam. Yeah. Oh, very nice place. Yes. Vietnam. In Da Nang, Yeah. northern Vietnam. Yeah. He lives and works in Vietnam. I'll next destination Annapurna, ABC. എന്താണ് നേപ്പാൾ. Nepal? Oh, Nepal is beautiful. Nepal
Nepal is beautiful. Yeah, beautiful village, mountains, Yes. very lovely people. Oh yeah. Yeah. Oh, we leave India on Wednesday. On Yeah. Wednesday we leave India. Yeah. And we're You will going- come to Kerala. Yeah, I want to. I want to come to Kerala. Yeah. Next visit. Next Kerala time. is special biryani. Food, Yeah. food, biryani. 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 Ah. Yeah. Biryani is special. My father is biryani cook. Oh, Oh. okay. Really? Yeah, really. Isha loves biryani. Yeah. It's My her father favorite. is marriage function is cook. Okay. Yeah. Nice. Yeah, we're off to Turkey next. We're going to Istanbul on Wednesday. Yeah. We've been traveling. India visited. We've been traveling for like Oh, 8 months now. 8 months India. No. We've been to Oh. Panama, Colombia. No, not Bolivia. Colombia. No. Sorry, Peru. Peru, Bolivia, Chile. Then we went to Philippines, Malaysia, Indonesia, And India. and India. This age, we trekking or traveling. Yeah, I will proud of you. travel. Well, Yeah. we're retired now, Oh. so Your favorite country? Hmm? Favorite country? I'm sorry. Which Favorite country? Favorite country, Peru. Peru. really like Peru. We a lot. loved Peru. Very What is good the- hiking also. Loved Peru's the hiking. special Uh, Everything. everything. the Oh. ruins, So you know, much the old to do. ruins. Oh. And everything we saw, we loved. Yeah. The people are lovely. Machu Picchu, Sacred Valley, Huacachina, Colca Canyon, Arequipa, Lake Titicaca. Lake Titicaca. Yeah. Yeah, very, very high lake. High elevation. Isn't it the highest lake in the world? It's one of them. It's 12,000 feet elevation. എത്ര? The lake, Oh. Lake Titicaca. Lake Titicaca. Yeah. Oh. What is it? Very, very high. Oh. Very interesting. Yeah. Your next destination? Next destination, Turkey, Turkey. Oh. Eastern Europe. Which place? Oh, we're gonna start in Istanbul, and then we're going to go to Goa. uh, different countries in Eastern Europe. Oh. എല്ലാം ട്രക്കിൽ കയറിയത് മുതലായി നമുക്ക് ഇംഗ്ലീഷ് ഒന്നും കൂടി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റി. ഐ വിൽ സ്പീക്ക് മൈ ഇംഗ്ലീഷ് ഇംപ്രൂവ്. Sorry, your I your will English speak is you. your English is quite good. മൈ ഇംഗ്ലീഷ് ലിറ്റിൽ Well, we can. But I will communicate. try. We communicate. ഐ വിൽ ട്രൈ ദ കമ്മ്യൂണിക്കേഷൻ. Yes, Yes. you're Yeah. very good. Exactly. I know almost all of what you're saying. I love the language English. I know it's a hard language to learn. Very hard language to learn. But Malayalam you will speak. Oh, we just speak English. We have no other languages, I'm afraid. I speak a little Spanish. Yeah. Very little. Elephant Malayalam ആന. Oh, I did not say that. പറയാമെങ്കിൽ ഇതിൽ ഇംഗ്ലീഷ് പിന്നെ ഫുൾ മലയാളം, ലിറ്റിൽ ഹിന്ദി, ഫുൾ ലിറ്റിൽ ഓൺലി. ഹഗ്ഗൊക്കെ തന്ന് അവർ പോവാണ്. അപ്പം ഇനി ഞാനും സജാദും വീണ്ടും യാത്രകൾ തുടരുന്നു. ഓ, ഇന്നൊരു വളരെ മനോഹരമായ യാത്ര.
കാരണം എനിക്ക് ഇംഗ്ലീഷ് ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റി, ഒരുപാട് കാര്യങ്ങൾ അറിയാൻ പറ്റി. വളരെ രസകരമായിട്ടോ. നമുക്ക് അറിയാത്ത ആൾക്കാരോട് നമ്മൾ സംസാരിക്കുമ്പോൾ അവരുടെ എക്സ്പീരിയൻസും അവരുടെ കാര്യങ്ങളൊക്കെ നമ്മളെടുത്ത് ഇങ്ങനെ പറയുമ്പോൾ വളരെ നല്ലൊരു ഇതാണ്. എന്താ പറയാനൊന്നും കിട്ടുന്നില്ല, അതാണ് സത്യാവസ്ഥ. അങ്ങനെ കസോളിലെത്തി. കസോളിന് ഇതാ മണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഗ്യാസ്. എന്താ പറയുക, ഭയങ്കര നടുവേനുണ്ട്. കാരണം ബാഗിൽ സാധനങ്ങൾ വെച്ച പൊസിഷൻ കറക്റ്റല്ല, അതുകൊണ്ട് നടുവിന് നല്ല വേദന ഉണ്ട്. നമ്മളെ ചെക്കത ഇങ്ങനെ ട്രക്ക് ചെയ്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. കോടയുണ്ട് ചെറുതായിട്ട്, കാണുന്നുണ്ടോ എന്നറിയില്ല. മണികറിലോട്ട് എത്തിയിട്ടുണ്ട്. ഇനി ലഗേജൊക്കെ വെച്ച് റെസ്റ്റ് എടുക്കട്ടെ, ഫുഡ് കഴിച്ചിട്ട് കിടന്നുറങ്ങാം. ഇതന്നെ പരിപാടി. ഓക്കെ, ബൈ ബൈ.